ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ചില രഹസ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പുരുഷന്മാർ ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ല ഒരു കുടുംബ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന്. ഫസ്റ്റ് പോയിന്റ്, ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് ഒരിഷ്ടം തോന്നി അല്ലെങ്കിൽ ആ ഒരു പുരുഷന് അവളോട് ഇഷ്ടമുണ്ടെന്ന് ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലായാൽ ആദ്യം തന്നെ അവൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്യാരക്ടർ ടെസ്റ്റ്. അതായത് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യും. ഇതിനായിട്ട് ആ ഒരു പെൺകുട്ടി പല പല വഴികൾ സ്വീകരിക്കാറുണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. വേറെ ഒന്നുമല്ല, ആ ഒരു പെൺകുട്ടി നിങ്ങളെ ബാക്കിയുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ചൂണ്ടിക്കാണിച്ചു തരും. എന്നിട്ട് ആ ഒരു പെൺകുട്ടീനെ കുറിച്ചിട്ട് എന്തെങ്കിലും കുറേ നല്ല നല്ല കാര്യങ്ങൾ അങ്ങോട്ട് പുകഴ്ത്തി പറയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു പെൺകുട്ടിക്ക് ആ ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളും കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പെൺകുട്ടി വിചാരിക്കുക വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ക്യാരക്ടർ ശരിയല്ല എന്നതാണ്. പലരും ഇതൊന്നും അറിയാതെ ആ ഒരു പെൺകുട്ടി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വരെ പറയാറുണ്ട്. പക്ഷെ ഇതൊരു ടെസ്റ്റ് തന്നെയാണ്. ഇതുകൂടാതെ അവർ നടത്തുന്ന വേറൊരു ടെസ്റ്റാണ് എക്സിൻ്റെ ലവ് സ്റ്റോറീസ്. അതായത് നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ എക്സിൻ്റെ കാര്യങ്ങളെല്ലാം പറയിക്കും. എന്നിട്ട് ഇതിൽ നിന്നും കുറേ അധികം കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടി ഓവർ തിങ്ക് ചെയ്തെടുക്കും. ബ്രേക്കപ്പായ കാര്യങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് പറയിക്കും. ഇതിലൂടെ ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകും നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമതായിട്ട് സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സ്വന്തം പുരുഷനെ കാൽ കീഴിൽ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടും എന്നതാണ്. അതായത് നിങ്ങൾ പുരുഷന്മാരെ ഒരു അടിമയായിട്ട് നിർത്താനായിരിക്കും അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. അവളുടെ ഇഷ്ടങ്ങൾ എന്താണോ നിങ്ങളത് മാത്രം ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ ഒരു അടിമ പോലെ നിങ്ങൾ നിൽക്കണം എന്നാണ് ഒട്ടുമിക്ക ഗേൾസും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവരൊന്നും പുറത്തേക്ക് പറയുന്നില്ല എന്നതേ ഉള്ളൂ. ഇതാണ് രണ്ടാമതായിട്ടുള്ളൊരു രഹസ്യം. ഇനി മൂന്നാമതായിട്ടുള്ളൊരു രഹസ്യം എന്ന് പറയുന്നത്, കുറേ അധികം ഗേൾസും എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ്, വിവാഹത്തിൻ്റെ മുൻപായിട്ടും വേറെ ഒന്നല്ല, ആ ഒരു പുരുഷനെ അവൻ്റെ പേരൻസിൽ നിന്നും മാറ്റി സ്വന്തമായിട്ട് മാറി താമസിക്കണം എന്നുള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഒട്ടുമിക്ക ഗേൾസും. അതായത് നിങ്ങൾ പുരുഷന്മാരുടെ പേരൻസിൻ്റെ കൂടെ നിൽക്കാൻ അവർക്കൊട്ടും താല്പര്യമില്ല. ഇതിന് പലതുണ്ട് റീസൺസ്. അതിൽ ചിലതെന്ന് പറയുന്നത്, സ്വന്തം ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം. അതേപോലെ തന്നെ ഗേൾസൊക്കെ തന്നെ അതിരാവിലെ എണീക്കാൻ നല്ല മടിയുള്ളവരാണ്. മാറി താമസിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് എണീറ്റാൽ മതി. ഇങ്ങനത്തെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കുറേ അധികം റൊമാൻറ്റിക് ആകാം. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി നാലാമതായിട്ടുള്ള സ്ത്രീകളുടെ ഒരു രഹസ്യം എന്ന് പറയുന്നത്, ആ ഒരു സ്ത്രീ സ്നേഹിക്കുന്ന പുരുഷൻ മറ്റ് സ്ത്രീകളോട് സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്നതാണ്. അതിപ്പോൾ ആരാണെങ്കിലും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഓഫീസിൽ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ട്. ആ ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ. ഇതുപോലും ഈ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇതൊന്നും പുറത്ത് കാണിക്കത്തില്ല. എനിക്ക് നിങ്ങളെ സംശയമില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും പുറത്ത് കാണിക്കില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കിടുമ്പോഴായിരിക്കും ഈ ഒരു കാര്യം എടുത്തിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളോട് വഴക്കുണ്ടാക്കുക. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി അഞ്ചാമതായിട്ട് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള രഹസ്യമെന്ന് പറയുന്നത്, ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് ആരെങ്കിലും എന്നെങ്കിലും വേദനിപ്പിച്ചു എങ്കിൽ ആ ഒരു സന്ദർഭമോ കാര്യമോ ഒന്നും ഒരിക്കലും ആ ഒരു പെൺകുട്ടി മറക്കില്ല എന്നതാണ് സത്യം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടീനെ
നിങ്ങളൊരു 5 വർഷം മുൻപ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് വല്ലാതെ വേദനിപ്പിച്ചു. ഇപ്പോൾ നല്ല ഹാപ്പിയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അതേപോലെ ഒരു സന്ദർഭം നിങ്ങളുടെ ലൈഫിൽ വരികയാണെങ്കിൽ ഈ കാര്യമൊക്കെ ആ ഒരു പെൺകുട്ടി എടുത്തിട്ടിട്ട് നിങ്ങളോട് വീണ്ടും വഴക്കുണ്ടാക്കും. അതായത് 5 വർഷം മുൻപ് നീ എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചില്ലേ എന്ന് തുടങ്ങി ആ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ടായിരിക്കും നിങ്ങളോട് വഴക്കുണ്ടാക്കുക. അതുകൊണ്ട് ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും അവളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചു എങ്കിൽ, അല്ലെങ്കിൽ അവളുടെ ശരീരത്ത് തൊട്ട് അവളെ വേദനിപ്പിച്ചു എങ്കിൽ ഈ കാര്യമൊന്നും അവൾ ഒരിക്കലും മറക്കത്തില്ല. ഇതും പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഒരു പെൺകുട്ടി നിങ്ങളോട് വഴക്കുണ്ടാക്കും. ഇതാണ് 5th പോയിന്റ്. ഇനി 6ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പലതും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്നവരാണ് സ്ത്രീകൾ. അതായത് ഒരു ഉദാഹരണം തന്നെ നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലുള്ള ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലുള്ള ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ വഴിയിൽ കണ്ട ഒരു പെൺകുട്ടിയോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി. നിങ്ങൾ ആ ഒരു ഇഷ്ടം ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ ചെന്നു. നിങ്ങളിങ്ങനെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിക്ക് കാര്യം മനസ്സിലാകും നിങ്ങൾ എന്തിനാണ് അവളോട് സംസാരിക്കാൻ ചെന്നത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടി പൊട്ടിക്കളിക്കത്തേ ഉള്ളൂ. ആ ഒരു പെൺകുട്ടിക്ക് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാണ് എന്നും വിചാരിച്ചിട്ട് നിങ്ങൾ കുറേ അധികം ക്ലൂസൊക്കെ കൊടുക്കും. പക്ഷേ ഈ ക്ലൂസ് കിട്ടിയാലും ആ ഒരു പെൺകുട്ടി ഒന്നും അറിയാത്ത പോലെ ആയിരിക്കും ഇരിക്കുക. ലാസ്റ്റ് നിങ്ങൾ വിചാരിക്കും, ഓ ഇതെന്ത് പൊട്ടിപ്പെണ്ണ, ഇത്രയും ഞാൻ പറഞ്ഞിട്ട് അവൾക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഇവിടെ ആ ഒരു പെൺകുട്ടി നിങ്ങളെയാണ് പറ്റിക്കുന്നത്. അവൾക്കെല്ലാം അറിയാം നിങ്ങൾ എത്രമാത്രം പോകും, അല്ലെങ്കിൽ എന്തോരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും, ഇതൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ട് വെറുതെ പൊട്ടിക്കളിക്കുന്നതാണ്. ഒരു സ്ത്രീക്ക് നിങ്ങളുടെ ആദ്യത്തെ ഒരു നോട്ടം കൊണ്ട് തന്നെ മനസ്സിലാകുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത്. പക്ഷെ ഒരിക്കലും പുറത്ത് കാണിക്കില്ല. നിങ്ങൾ പുരുഷന്മാരെ പൊട്ടം കളിപ്പിക്കുകയാണ് അവരവിടെ ചെയ്യുന്നത്. ഇതാണ് 6th പോയിന്റ്. പിന്നെ എല്ലാ സ്ത്രീകളും ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ് എന്നല്ല. പൊതുവെ പറയുമ്പോഴുള്ള ഗേൾസിൻ്റെ കുറച്ച് സൈക്കോളജിയാണ് ഇതാ നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോയിന്റ്സ് പോലെയാണ് എല്ലാ സ്ത്രീകളും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇതാ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതാ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.